ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന കടുത്ത വിമർശനമുയർത്തി സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഈ സുപ്രധാന പരാമർശം സുപ്രീം കോടതി നടത്തിയത്. ബോർഡിന്റെ മിനിറ്റ്സിൽ ഒപ്പിട്ട ശങ്കരദാസിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിലെ 5 പാരഗ്രാഫുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിലും സുപ്രീം കോടതി ഇടപെടുവാൻ വിസമ്മതിച്ചു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, SC ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസിനും വിജയകുമാറിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരം പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതെന്നാണ് ശങ്കരദാസിന്റെ വാദം. തന്റെ പ്രായാധിക്യവും ശാരീരിക അവസ്ഥകളും കണക്കിലെടുത്ത നടപടികളിൽ ഇളവ് വേണമെന്നായിരുന്നു ശങ്കരദാസ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. കൂടാതെ അന്നത്തെ ബോർഡ് അംഗങ്ങൾക്ക് ക്രിമിനൽ ബാധ്യത ഉണ്ടെന്ന കേരള ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം പരാമർശങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു KP ശങ്കരദാസിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PB സുരേഷ് കുമാറും അഭിഭാഷകൻ A കാർത്തിക്കും വാദിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി ഹാജരായി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശം നീക്കുന്നതിന് ശങ്കരദാസിനെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി ശങ്കരദാസ് ഹർജി നൽകിയാൽ അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസിൽ ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. ഈ പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശങ്കരദാസ് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. കൊള്ളയിൽ ശങ്കരദാസിനും ഉത്തരവാദിത്തമുണ്ടെന്നും പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രം അനുകമ്പയുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വാദം കേൾക്കുന്നതിന് മുൻപ് തന്നെ സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു. ശബരിമലയിലേത് വലിയ ക്രമക്കേടാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ജാമ്യം വേണമെങ്കിൽ പരിഗണിക്കുന്ന കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു. എന്നാൽ ബോർഡ് അംഗമെന്ന നിലയിലാണ് ഒപ്പുവെച്ചതെന്നാണ് ശങ്കരദാസിന്റെ വാദം. കേസിൽ ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തതെന്ന ഹൈക്കോടതിയുടെ പരാമർശം തന്റെ ഭാഗം കേൾക്കാതെയാണെന്ന് കാട്ടിയാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം കൊല്ലം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള അപേക്ഷ KP ശങ്കരദാസ് നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ നൽകിയത്. ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കാനാണ് ശങ്കരദാസ് സുപ്രീം കോടതിയിൽ എത്തിയതെങ്കിലും കേസ് പരിഗണിച്ച കോടതി ശങ്കരദാസിനെതിരായ നിരീക്ഷണങ്ങളാണിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലെ അംഗമാണ് ശങ്കരദാസ്. A പത്മകുമാറിനെയും N വിജയകുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ശങ്കരദാസിനെ പ്രതി ചേർക്കാത്തത് എന്താണെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിനാണ് ഒഴിവാക്കിയതെന്നും ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നുമാണ് ഹൈക്കോടതി ചോദിച്ചത്. ഈ പരാമർശങ്ങൾക്കെതിരെ ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്നാണ് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ്. 6 ആഴ്ച സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ദേവസ്വം ബെഞ്ച് അനുവദിച്ചത്. ഈ മാസം 19-ന് SIT ഹൈക്കോടതിയിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തുവാൻ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇവർക്ക് CPI ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നു. ഇവർക്ക് പകരം പുതിയ 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന് SIT ഹൈക്കോടതി അറിയിച്ചു. ഇതിന് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KP ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. ശ്രീകോവിലിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വിശ്വാസമൂല്യം കണക്കാക്കി കോടികൾക്ക് വിറ്റിരിക്കുവാനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടില്ലെന്ന വാദമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ SIT കോടതിയിൽ ഉയർത്തുക എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരം VSSC ലാബിലെ പരിശോധനാ ഫലം വരും മുൻപേ ഈ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് കേസ് അപ്പാടെ അട്ടിമറിക്കപ്പെടുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളിൽ പലരെയും ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ട്. 4ാം പ്രതി ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീ, 8ാം പ്രതി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദ്, 10ാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ എന്നിവരെയൊന്നും ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല. കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയിട്ടുമില്ല. തൊണ്ടി മുതലായ സ്വർണം നഷ്ടമായ വഴിയും തെളിവ് സഹിതം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ സമുന്നത നേതാവ് സോണിയയും പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവരുമായി പോറ്റിക്കുള്ള ബന്ധവും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് ആ വഴിക്കുള്ള അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം. സ്വർണം പോയ വഴി തേടുന്നതിന് പോറ്റിയിൽ നിന്നും ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തുവാനും നീക്കമുണ്ട്. അതിനുശേഷമാകും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുക. കോടതി ഉത്തരവിലൂടെ കേസ് CBIക്ക് കൈമാറുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനാണ് ഇപ്പോഴത്തെ നിലയിലെ സാധ്യത. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയുടെ പ്രതികരണവും പുറത്തുവന്നു. ശബരിമലയിലെ അടിച്ചുമാറ്റിയ സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം. ആളുകളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അന്വേഷണം ശക്തമാക്കണം. വൻ സ്രാവുകളെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പാർട്ടിയുമായി ബന്ധമുള്ള 2 പേരെയാണ് SITയിലേക്ക് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചവരെയെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും. അനുഭവിച്ചിട്ടുമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്നാൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് സ്വാഭാവിക ജാമ്യത്തിനാണ് വഴിയൊരുങ്ങുന്നത്. പരമാവധി 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ അറസ്റ്റിലായി 60 ദിവസത്തിനുള്ളിൽ പ്രാഥമിക കുറ്റപത്രമെങ്കിലും നൽകാനായില്ല എങ്കിൽ കോടതി നിന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കുവാൻ അവസരമൊരുങ്ങും. ഒക്ടോബർ 10 ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17 ആദ്യം അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഒക്ടോബർ 23 മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിനെ നവംബർ 1 അറസ്റ്റ് ചെയ്തു. ഈ 3 പേരുടെയും അറസ്റ്റ് കഴിഞ്ഞ് 60 ദിവസം പിന്നിട്ടെങ്കിലും പ്രാഥമിക കുറ്റപത്രം പോലും നൽകുവാൻ SITക്ക് കഴിയിട്ടില്ല. ഇവർക്ക് പിന്നാലെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N. വാസു, A. പത്മകുമാർ എന്നിവരുടെ റിമാൻഡും വൈകാതെ 60 ദിവസം പിന്നിടും. അന്വേഷണം 3 മാസമാകുമ്പോഴും സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നോ എത്രത്തോളം സ്വർണം കവർന്നെന്നോ വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിനപ്പുറം ഹൈക്കോടതി തന്നെ സൂചിപ്പിച്ച വൻ തോക്കുകൾ ഉണ്ടെങ്കിൽ അവരെ പിടികൂടാനോ രാജ്യാന്തര ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരിലേക്കും SIT അന്വേഷണം വ്യാപിപ്പിച്ചിട്ടില്ല. SIT ഒളിച്ചു കളിക്കുന്നതായാണ് ആക്ഷേപം. പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ടവരുടെ CDR SIT ശേഖരിച്ചെങ്കിലും അതിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. പോറ്റിയുമായി ബന്ധപ്പെട്ടവരിൽ ജനപ്രതിനിധികൾ അടക്കമുണ്ടെന്നാണ് വിവരം. ഇവരുടെ പേരുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള SIT അടുത്തിടെ ഹൈക്കോടതി രൂക്ഷ വിമർശനത്തിനാണ് ഇരയായത്. അന്വേഷണം വഴിതെറ്റുന്നതെന്ന് കണ്ടാൽ വെങ്കടേഷിനെ മാറ്റി പകരം മറ്റൊരു ADGPയെ ചുമതല ഏൽപ്പിക്കുവാൻ ഹൈക്കോടതി തയ്യാറായേക്കുമെന്ന് പോലീസിൽ ഒരു വിഭാഗം കരുതുന്നുണ്ട്. ഇതിനിടെ കേസ് CBIക്ക് കൈമാറണമെന്ന് ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തെന്ന വിവരവും പുറത്തുവന്നിരുന്നു. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ നിന്ന് തലയുരുവാൻ പോലീസിനും താൽപര്യമുണ്ട്. ഇടതുപക്ഷത്തെ ഉന്നതരടക്കം ഉൾപ്പെട്ട കേസിൽ സ്വതന്ത്രമായി മുന്നോട്ട് നീങ്ങുന്നത് വെല്ലുവിളിയെന്നാണ് വിലയിരുത്തുന്ന പോലീസ്. CBI അന്വേഷണത്തെ എതിർക്കുന്നില്ല. അതേസമയം അന്വേഷണം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് ആശങ്കയുമുണ്ട്. കേസിൽ CBI സ്വീകരിക്കുന്ന നടപടികളെ രാഷ്ട്രീയമായി നേരിടാമെങ്കിലും പാർട്ടിയുടെ ഉന്നതരിലേക്ക് അന്വേഷണം നീണ്ടാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഇടത് കേന്ദ്രങ്ങൾ കരുതുകയാണ്. CBI അന്വേഷണം വേണമെന്നതിൽ BJP ഉറച്ചു നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങാതെ അന്വേഷണവുമായി SIT മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്.